ബിഗ് ബോസ് സീസൺ 6 തുടക്കം മുതൽ പ്രേക്ഷകരുടെയും സഹമത്സരാർത്ഥികളുടെയും എല്ലാം വെറുപ്പ് സമ്പാദിച്ച താരമാണ് രതീഷ് കുമാർ. കഴിഞ്ഞ സീസണുകളിലെ ചില താരങ്ങളുടെ പ്രവർത്തികൾ അതേപടി രതീഷ് കോപ്പി അടിക്കുകയാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. എന്നിരുന്നാലും വീടിനകത്തും പുറത്തും തന്റെ പേര് ചർച്ചയാക്കാൻ രതീഷ് കുമാറിന് സാധിച്ചിരുന്നു. എന്നാൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് താരം. അടുത്ത ദിവസത്തേക്കുള്ള പ്രമോ വീഡിയോയിലാണ് ബാഗുമെടുത്ത് രതീഷ് പുറത്തേക്ക് പോകുന്നതായി കാണിക്കുന്നത്. താൻ ഷോയിൽ നിന്നും പിന്മാറുകയാണെന്ന് രതീഷ് സ്വയം തീരുമാനിക്കുകയായിരുന്നു. വീടിനകത്ത് വെച്ച് തന്റെ തെറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഷോയിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്ന് ഒരു വാക്ക് തർക്കത്തിനിടെ സിജോയുമായി രതീഷ് വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ താങ്കൾ നിലപാടില്ലാത്ത ആളാണെന്നടക്കം പറഞ്ഞ് സിജോ രതീഷിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം നടൻ സുരേഷ് മേനോനുമായി ഉണ്ടായ വാക്ക് തർക്കമാണ് പുതിയ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് സൂചന. സുരേഷ് സംസാരിക്കുന്നതിനിടയിൽ അനാവശ്യമായി ഇടപെടാൻ വന്ന രതീഷിനെ താരം ആഞ്ഞടിക്കുകയായിരുന്നു. രതീഷുമായി സുരേഷ് മേനോൻ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നത് പ്രമോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സുരേഷ് സംസാരിക്കുന്നതിനിടെ കയറി പ്രകോപനപരമായി രതീഷ് സംസാരിച്ചതോടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. മിണ്ടാതിരിക്കാനും താൻ പറഞ്ഞതിന് ശേഷം പ്രതികരിക്കാനും സുരേഷ് ആവശ്യപ്പെട്ടെങ്കിലും രതീഷ് അതിന് സമ്മതിക്കാതെ പ്രകോപിതനാവുകയായിരുന്നു. ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് വരെ എത്തി. സഹമത്സരാർത്ഥികൾ വന്ന് ഇരുവരെയും പിടിച്ചു മാറ്റുന്നതും പ്രമോ വീഡിയോയിൽ കാണാം. മാത്രമല്ല, താൻ ഈ ഷോയിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞതിന് പിന്നാലെ തന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് രതീഷ് മെയിൻ ഡോറിന് മുന്നിലേക്ക് വരുന്നതും വീഡിയോയിലുണ്ട്. ആദ്യം മുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനും പ്രമോയിൽ കയറിക്കൂടാനും ശ്രമിക്കുന്ന രതീഷ് കുമാറിന്റെ മറ്റൊരു ശ്രമമാണോ ഈ വിടവാങ്ങലെന്നും ചോദിക്കുന്നവരുമുണ്ട്. മാത്രമല്ല, മുൻപുള്ള സീസണുകളിലും ഇത്തരത്തിലുള്ള പ്രമോ വീഡിയോകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എപ്പിസോഡ് വന്നു കഴിഞ്ഞപ്പോൾ അതൊന്നും ആയിരുന്നില്ല സത്യമെന്ന് പിന്നീട് പ്രേക്ഷകർ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് സത്യമെന്നറിയാൻ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേമികൾ. അദ്ദേഹം പുറത്തേക്ക് പോകുമോ ഇല്ലേ എന്നുള്ളത് അടുത്ത എപ്പിസോഡ് കൂടിയേ വ്യക്തമാവുകയുള്ളൂ. എന്നാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ സാധിച്ചെങ്കിലും വ്യാപകമായി വിമർശനങ്ങളും രതീഷ് കുമാറിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണിയുമായി ഉണ്ടായ സംഭവങ്ങളാണ് വിമർശനത്തിന് കാരണം. അതുകൂടാതെ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന രതീഷ് കുമാറിന്റെ സ്വഭാവം ഹൗസിലുള്ളവർക്ക് പോലും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. വന്ന സമയം മുതൽ ജാൻമണിയുമായാണ് രതീഷ് ഉടക്കുന്നത്. എല്ലാ സീസണുകളും പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ആദ്യം ഏറ്റവും കൂടുതൽ വെറുക്കുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാകും പിന്നീട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതും അംഗീകരിക്കുന്നതും. അഖിൽ മാരാർ, സാബുമോൻ, രജിത് കുമാർ തുടങ്ങിയവരെല്ലാം അതിനുദാഹരണങ്ങളാണ്. അത്തരത്തിൽ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടാനുള്ള ശ്രമമാണ് രതീഷ് കുമാർ നടത്തുന്നതെന്നും സംശയിക്കാം. അതേസമയം ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിം ആണെന്ന് പറയുമ്പോഴും പലരും അതിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. തുടക്കം മുതൽ ബിഗ് ബോസ് മലയാളത്തിന്റെ 6ാം സീസൺ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. അടിപിടിയും വാഗ്വാദവും എല്ലാം ആദ്യം മുതൽ തന്നെ ഹൗസിനുള്ളിൽ ഉണ്ടാകുന്നുണ്ട്. മത്സരാർത്ഥികൾ ഓരോരുത്തരും അവരുടെ സ്ഥാനം ഉറപ്പിക്കാനായുള്ള നെട്ടോട്ടത്തിലാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.